भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ ഈശ്വര പൂജ ഇന്ന് 768 ദിവസം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്രഹ്മരുദ്രാദി ദേവന്മാർ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം അവിടെ പറഞ്ഞു. ഗീർഭിശ്ചിത്രപദാർത്ഥാവിസ്തുഷ്ടൂർ ജഗദീശ്വരം. അവര് ആ വളരെ വിശേഷമായിട്ടുള്ള ചിത്രപദാർത്ഥാഭി, ആശ്ചര്യമായ പദങ്ങളോടും അർത്ഥത്തോടും കൂടി. അപ്പോ ഗീർഭി തുഷ്ടുഭു ചിത്രപദാർത്ഥാഭി. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്ന 13 ശ്ലോകങ്ങൾ ദേവന്മാരുടെ സ്തുതിയായിട്ട്. ഇതിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ദേവന്മാർ പറയുന്നു, നതാസ്മതേ നാഥ പദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യച്ചിന്ത്യതേന്തർഹൃദി ഭാവയുക്തൈർ മുമുക്ഷുഭി കർമ്മമയോരുപാശാൽ. നാഥ, ഈ കർമ്മരൂപമായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന പാശത്തിൽ നിന്ന് മുമുക്ഷുഭി ഭാവയുക്തൈഹി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരാൽ അന്തർഹൃദി യത് ചിന്ത്യത്തെ അവരുടെ ഹൃദയമധ്യത്തിൽ ഹൃദയ കമലത്തിൽ എന്താണോ ചിന്തിക്കുന്നത്, ധ്യാനിക്കപ്പെടുന്നത്, തേ പദാരവിന്ദം അങ്ങയുടെ ആ പാദാരവിന്ദങ്ങളെ, ആ പാദകമലങ്ങളെ, ആ പാദപത്മങ്ങളെ ബുദ്ധീന്ദ്രിയ പ്രാണ മനോവചോഭി, ബുദ്ധി, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, വാക്ക്, ഇതുകൊണ്ട് വയം നതാസ്മ ഞങ്ങളിതാ നമസ്കരിക്കണു. എന്തൊക്കെ സങ്കടങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്നുവോ ഞങ്ങളുടെ ദുഃഖങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഭഗവാനെ നാഥ എന്ന് വിളിച്ചത്.
ഞങ്ങളെ സനാഥരാക്കുന്ന നാഥനാണ് ഭഗവാൻ. അപ്പൊ അങ്ങയുടെ ആ അതിസുന്ദരമായിരിക്കുന്ന മാർദ്ദവം നിറഞ്ഞ പാദാരവിന്ദം, അതിനെ നാഥാസ്മ ഞങ്ങൾ നമസ്കരിക്കണം. നോക്കൂ, ഞങ്ങളെക്കാൾ മീതെ മറ്റൊന്നും ഇല്ല എന്ന് ഉറയ്ക്കണു നിശ്ചയാത്മികമായ ബുദ്ധി കൊണ്ട്. ചക്ഷുരാദികളാകുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ രൂപത്തെ നോക്കുന്നു. പ്രാണൻ ഞങ്ങളുടെ ദേഹത്തിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവൻ നിൽക്കുന്നത്. അങ്ങനെ പ്രാണന് ഇരിപ്പിടമായ ഞങ്ങളുടെ ദേഹം കൊണ്ട് നമസ്കരിക്കണം. മനസ്സുകൊണ്ട് ഈ ദിവ്യമായ സ്വരൂപത്തെ ധ്യാനിക്കണം. വാക്കുകൾ കൊണ്ട് അവിടുത്തെ സ്തുതിക്കണം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും പ്രാണനെ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഞങ്ങൾ അങ്ങയെ മാത്രം വിചാരിക്കണം, അങ്ങയെ നമസ്കരിക്കണം. അങ്ങനെ ഈ സർവാംഗങ്ങളെയും അങ്ങയുടെ സേവയ്ക്കായി ഉപയോഗിക്കുക. അതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം ഉരസാ ശിരസാ ദൃശാ മനസാ വചസാ ചേതി പ്രണാമോഷ്ടാംഗത ഈരിത. 2 കാലുകൾ, ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം. അതേപോലെ തന്നെ ഞങ്ങളുടെ കാൽമുട്ടുകൾ, മാർവിടം, ശിരസ്, 2 കണ്ണുകൾ, ഇങ്ങനെ ഈ 8 ഭാഗങ്ങൾ, 8 അംഗസ്പർശം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. സാഷ്ടാംഗ നമസ്കാരം, 8 അംഗങ്ങളോടുകൂടിയ നമസ്കാരം. ഇതാണ് സാധാരണ പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ള നമസ്കാരം. സ്ത്രീകൾക്കോ അവരുടെ ഈ ഗർഭപാത്രത്തിൻ്റെയൊക്കെ ഘടന കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം പൊതുവിൽ പതിവില്ല. ചെറിയ പെൺകുട്ടികളൊക്കെ നമസ്കരിക്കാറുണ്ട്. പക്ഷേ അവർ ആ വലുതായി കഴിഞ്ഞാൽ പിന്നെ സാഷ്ടാംഗ നമസ്കാരം പാടില്ല. അതിനൊക്കെ ശാസ്ത്രത്തിന്റെ അടിത്തറയുണ്ടെന്നാണ്. അപ്പൊ എന്ത് വേണം? പഞ്ചാംഗ നമസ്കാരം ആണ് പതിവ്. അപ്പോ ഈ ദേവന്മാർ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സേവകന് അല്ലെങ്കിൽ ഒരു ഭക്തന് ഭഗവാനോടുള്ള ആ ഭക്തി കാണിക്കാൻ, സ്വാമി ഭക്തി കാണിക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് നമസ്കാരം എന്നാണ്. ഇവിടെ ഞങ്ങൾ നമസ്കരിക്കണു. ഇങ്ങനെ നമസ്കരിക്കാൻ സംഗതി വന്നത് ഞങ്ങളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ പ്രത്യക്ഷമായി കണ്ട് അവിടുത്തെ നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. ഇതിപ്പോ ഞങ്ങൾക്കിതാ സാധിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദാരവിന്ദ ദർശനം അതിദുർലഭമാണ്. ഇപ്പം അത് ഞങ്ങൾക്ക് സുലഭമായിരിക്കുന്നു. ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു. കർമ്മരൂപമായിരിക്കുന്ന ആ കർമ്മത്തിന്റെ ബന്ധമായിരിക്കുന്ന ബലമായിരിക്കുന്ന ആ പാശത്തിൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ മോഹിക്കുന്ന ജനങ്ങൾ എന്തിനെയാണ് ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത്? അവിടുത്തെ പാദകമലങ്ങളെ. അവർക്ക് മനസ്സിൽ ചിന്തിക്കാനേ സാധിക്കുന്നുള്ളൂ. ആ ദർശനം കിട്ടുന്നില്ല. ഞങ്ങൾക്കിപ്പോ ഇതാ ദ്വാരകയിൽ വന്ന് അവിടുത്തെ പരിപൂർണതമമായിരിക്കുന്ന ഈ ദിവ്യ സ്വരൂപത്തെ, ഈ ശ്രീകൃഷ്ണ ഭാവത്തെ കാണാനും വീണ് നമസ്കരിക്കാനും സാധിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് ഭഗവാനെ. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസി ലുംബസി തദ്ഗുണസ്ഥ നൈതൈർഭവാനജിത കർമ്മഭിരജ്യതേ വൈ യൽസ്വേ സുഖേ വ്യവഹിതേഭിരതോ അനവദ്യ. ഹേ അജിത, അല്ലയോ ആർക്കും ജയിക്കാൻ സാധിക്കാത്ത സർവവിജയായിരിക്കുന്ന ഭഗവാനെ, യത് ത്വം, ഏത് കാരണത്തിലാണോ അങ്ങ് തദ്ഗുണസ്ഥ, മായയുടെ ഗുണങ്ങളിൽ നിയന്താവായിരുന്ന്, ത്രിഗുണയാ മായ, 3 ഗുണങ്ങളുള്ള മായയാൽ ദുർവിഭാവ്യം, മനസ്സുകൊണ്ടുപോലും ആലോചിക്കാൻ കഴിയാത്ത തരത്തിൽ ആത്മനി ആധാരമായി ഭവിച്ചിരിക്കുന്ന അങ്ങയിൽ തന്നെ വ്യക്തം, ആ മഹത്വത്വം തുടങ്ങിയ പ്രപഞ്ചത്തെ സൃജസി അവസി ലുംബസി, സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, നശിപ്പിക്കുന്നു. ഏതൈ കർമ്മഭി, ഈ കർമ്മങ്ങൾ കൊണ്ട് ന അജ്യതേവൈ, ഒട്ടും അങ്ങേതൊന്നും സ്പർശിക്കുന്നതും ഇല്ല, ഉറപ്പാണെന്നാണ്. അനവദ്യ, അവിദ്യാദി ദോഷരഹിതനായിരിക്കുന്ന ഭഗവാൻ അവ്യവഹിതേ, മറവില്ലാതെ ഇരിക്കുന്നു. സ്വസുഖേ അഭിരത,
ആത്മസുഖത്തിൽ അഭിരമിക്കുന്നവനായിട്ട് അസ്ഥി തീരുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണനും ദൃഷ്ടമായും അദൃഷ്ടമായിരിക്കുന്ന കർമ്മം സംഭവിക്കണില്ലേ? അദ്ദേഹത്തെ നമസ്കരിച്ചാൽ കർമ്മബന്ധം എങ്ങനെയാ ഇല്ലാതെയാവുക? ഭഗവാൻ കർമ്മം ചെയ്യണുണ്ടല്ലോ എന്നാണ് ചോദ്യമെങ്കിൽ അത് കേവലം ഭഗവാന്റെ ഒരു ലീല മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ആരാലും ജയിക്കാൻ സാധിക്കാത്തവനാണ് അവിടുന്ന്. അങ്ങയുടെ ആ മായാപാശം അങ്ങയെ ബാധിക്കുന്നില്ല. അപ്പോൾ അല്പങ്ങളായ കർമ്മങ്ങൾ അങ്ങ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനൊന്നുമില്ല എന്നാണ്. അങ്ങയുടെ വൈഭവം, അങ്ങ് മായയുടെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് നിയന്താവായിരുന്ന് ആ ഗുണാതീതനായിരിക്കുകയും ചെയ്യുന്നു. ആ മായ അങ്ങയെ ബാധിക്കുന്നില്ല. മഹദാദി പ്രപഞ്ചത്തെ എല്ലാത്തിനും ആധാരമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിക്കണു, രക്ഷിക്കണു, സംഹരിക്കണു. അപ്പൊ തന്നിൽ നിന്നുണ്ടാകുന്ന മായാഗുണങ്ങളിൽ താൻ തന്നെ അധിവസിച്ച് ഈ പ്രപഞ്ചത്തെ തങ്കൽ തന്നെ താനുണ്ടാക്കി രക്ഷിച്ചു സംഹരിക്കുന്ന അങ്ങയുടെ പ്രവൃത്തി ആലോചിക്കുമ്പോൾ ഇപ്പോ അങ്ങ് ചെയ്യുന്ന ഈ നിസ്സാരമായ കർമ്മങ്ങൾ അത് വളരെ നിസ്സാരമാണ്. ഈ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള പുണ്യപാപങ്ങൾ അങ്ങയെ ബാധിക്കുന്നും ഇല്ല. കാരണം എന്താ? അവിടുന്ന് ദോഷരഹിതനാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ഇതൊക്കെയാണ് മായികമായിട്ടുള്ള ദോഷങ്ങൾ. ഇതൊന്നും അങ്ങയെ ബാധിക്കണില്ല. അങ്ങ് എല്ലാ സമയവും എന്താണ്? സ്വസുഖേ അഭിരത അസ്തി. എല്ലാ സമയത്തും തൻ്റെ സുഖത്തിൽ, തൻ്റെ ആ സ്വാത്മരതിയിൽ അവിടുന്ന് മുഴുകിയിരിക്കണു. ഇവിടെ ജീവന്മാർക്ക് ഉറക്കത്തിൽ ഒരു സ്വരൂപാനന്ദം നഷ്ടപ്പെടുന്നുണ്ട്. അജ്ഞാനം കൊണ്ടാണത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. എല്ലാ സമയത്തും സ്വാത്മസുഖത്തിൽ അഭിരമിക്കണു. ദേഹാദികളിൽ ആത്മഭാവനയില്ല. അപ്പോ അങ്ങയ്ക്ക് പുണ്യ പാപങ്ങളും ഉണ്ടാവണില്ല. അങ്ങയെ ഭജിക്കുന്നവർ കൂടി മുക്തന്മാരായിട്ട് തീരുന്നു അവിടുത്തെ പാതാരവിന്ദത്തെ സ്മരിക്കുമ്പോൾ എന്നിരിക്കെ അവിടുത്തേക്ക് ഇത് ബാധകമല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ അങ്ങനെ തങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള നാഥനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തന്മാര് സദാ അവരുടെ ഹൃദയ പത്മങ്ങളിൽ സദാ സൂക്ഷിച്ചു വച്ചിരിക്കണു. ശുദ്ധിർനൃണാം നതു തഥേഡ്യദുരാശയാനാം വിദ്യാശ്രുതാധ്യയനദാനതപക്രിയാഭി സത്വാത്മനാം ഋഷഭ തേ യശസി പ്രവൃദ്ധശ്രദ്ധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാൽ. സത്വാത്മനാം, സത്വഗുണം വർദ്ധിച്ച ഭക്തന്മാരുടെ ഋഷഭ, ഹേ ശ്രേഷ്ഠനായിരിക്കുന്ന നാഥ, തേ യശസി, അങ്ങയുടെ കീർത്തിയിൽ ശ്രവണസംഭൃതയ, മനസ്സിരുത്തി കേൾക്കുക നിമിത്തമുണ്ടായ പ്രവൃദ്ധ സശ്രദ്ധയ, വർദ്ധിക്കപ്പെട്ട നിർദോഷമായിരിക്കുന്ന ശ്രദ്ധ കൊണ്ട് യഥാ ശുദ്ധി സ്യാൾ, എങ്ങനെയാണോ അന്ധകരണങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവുക, ഈഡ്യ അല്ലയോ സ്തുതിക്കാൻ യോഗ്യനായ ഭഗവാനെ, ദുരാശയാനാം നൃണാം, വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിച്ചിരിക്കുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യർക്ക് വിദ്യാശ്രുത അധ്യയന ദാന തപക്രിയാഭി, വിദ്യ അതേപോലെ ശ്രുതം, അധ്യയനം, ദാനം, തപസ്, യാഗം അല്ലെങ്കിൽ ക്രിയ, ഇതുകൊണ്ടൊന്നും തഥാ ശുദ്ധി നതു, ഈ തരത്തിലുള്ള ശുദ്ധി ഉണ്ടാവില്ല. ഇവിടെ പറയുകയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആത്മാരാമന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രയോജനവുമില്ല. പിന്നെയോ ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. പുണ്യപാപങ്ങൾ കൊണ്ടുള്ള ബന്ധനം ഭഗവാനില്ലെങ്കിൽ പിന്നെന്തിനാണ് ഭഗവാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണെങ്കിൽ അത് സാമാന്യ ജനങ്ങളുടെ സംസാര സങ്കടം തീർത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടി. അവിടെ മനസ്സിനെ ഇളക്കി തീർക്കാൻ സാമർഥ്യമുണ്ട് ശബ്ദാദി വിഷയങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ശബ്ദാദി വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അന്യദേവ സേവ ചെയ്യണു. പിന്നെ വിദ്യ, ശാസ്ത്രാഭ്യസനം, വേദാർത്ഥം കേൾക്കുക, ചിന്തിക്കുക, പിന്നെ കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്, വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായ യാഗം,
സന്ധ്യാവന്തനം തുടങ്ങിയ ആ നിത്യ ക്രിയകള്, ഇതുകൊണ്ടൊക്കെ ഈ ഭഗവാന്റെ നാമസങ്കീർത്തനത്തെ സ്മരിക്കുന്നത് കൊണ്ടും പാടുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ശുദ്ധിയുടെ അടുത്തുപോലും എത്തില്ല മറ്റുള്ളതിന്റെ ശുദ്ധി എന്നാണ്. ഇപ്പൊ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ, സത്വഗുണപ്രധാനികളെ അനായാസേന അനുഗ്രഹിക്കാൻ മാത്രമാണ് അവിടുന്ന് ഇത്തരം ലീലകളൊക്കെ ആടിയിരിക്കുന്നത്. വേദാർത്ഥ ചിന്തനമാണ് ശ്രുതം. വേദം പഠിക്കലാണ് ധ്യേനം. ചില ദിവസങ്ങളിലൊക്കെ ചില തരത്തിലുള്ള രീതികൾ, ഇപ്പൊ ഏകാദശിക്കൊക്കെ ഉപവാസം എന്നുള്ള രീതിയിൽ, അതിന് വ്രതം, കൃച്ഛ്രം, ശുക്ലപ്രഥമ മുതൽ ഓരോ തവണയും വർദ്ധിപ്പിച്ച് കൃഷ്ണപ്രഥമ മുതൽ ഓരോ കബളം കുറച്ചും കൊണ്ടും ഭക്ഷണം വർജിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കുന്ന വ്രതത്തിനാണ് ചാന്ദ്രായനം എന്ന് പറയുക. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ശുക്ലപക്ഷ പ്രഥമ മുതൽ ഭക്ഷണം ഓരോ ഉരുള കൂട്ടി വരും. പൗർണമിയുടെ അന്ന് നിറച്ച്, അത് കഴിഞ്ഞാലോ പിന്നെ കൃഷ്ണപക്ഷം തുടങ്ങിയായി. അപ്പോൾ ഓരോന്ന് കുറച്ച് വരും. എന്നിട്ട് കൃഷ്ണപക്ഷത്തിലെ ആ വാവിൻ്റെ അന്ന് അല്ലെങ്കിൽ അമാവാസിയുടെ അന്ന് പരിപൂർണമായി ഭക്ഷണം വർജിക്കുക. ഇതൊരു രീതിയാണ്. ഈ രീതിയിൽ ഭക്ഷണത്തിനൊരു ക്രമം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന സുഖത്തോടൊപ്പം തന്നെ വപുസ്സിനും ശരീരത്തിനും സുഖമുണ്ടാവും എന്ന് കാണിക്കുകയാണ്. അതിനുള്ളൊരു രീതിയാണിത്. അതിന് ചാന്ദ്രായണം എന്ന് പേര്. ഇങ്ങനെ പറയുകയാണ്, സ്യാന്നസ്തവാഘ്രിരശുഭാഷയ ധൂമകേതു ക്ഷേമായ യോ മുനിഭിരാർദ്രഹൃദോ ഹ്യമാന യഃ സാത്വതൈ സമവിഭൂതയ ആത്മവദ്ഭിർ വ്യൂഹേർച്ചിത സവനശ സ്വരതിക്രമായാം. യാ ആത്മവദ്ഭി സാത്വതൈ ആത്മവദ്ഭി. ഏതൊന്നാണോ ഭക്തന്മാരും ആത്മജ്ഞാനികളുമായിട്ടുള്ള മുനികളാൽ മുനിഭി സ്വരതിക്രമായ സ്വർഗലോകം അതിക്രമിക്കാനായി, സമവിഭൂതയെ സദൃശമായ ഐശ്വര്യപ്രാപ്തിക്കായി, ക്ഷേമായ പരമപദത്തെ പ്രാപിക്കാനായി, ആർദ്രഹൃദ ആ അലിഞ്ഞ മനസ്സോടുകൂടി, ഉഹ്യമാനഹ വഹിക്കപ്പെടുന്നത്, വ്യൂഹേ ആ വാസുദേവാദി ചതുർവ്യൂഹത്തിൽ, വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ആ ചതുർവ്യൂഹത്തിൽ സവനശഃ സന്ധ്യകൾ തോറും അർച്ചിതഃ പൂജിക്കപ്പെടുന്നുവോ, തവ അഘ്രി അവിടുത്തെ ആ പാദകമലം, ന അശുഭാശയ ധൂമകേതു സ്യാത് അശുഭവാസനകളെ നശിപ്പിക്കുന്ന ധൂമകേതു അഗ്നിയായിട്ട് മാറാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ കീർത്തിയിൽ ശ്രദ്ധയുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ അന്ധക്കരണം ശുദ്ധമാണ്. അങ്ങനെ ഞങ്ങളിതാ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കും. ഞങ്ങളെ ശുദ്ധരാക്കണം എന്നാണ്. അങ്ങയുടെ ചരണകമലം ഞങ്ങളുടെ വിഷയവാസനകളെ നശിപ്പിക്കുന്ന അഗ്നിയാവണം. ഏതൊക്കെ തരത്തിലുള്ള വിഷയവാസനകളുണ്ടോ അതിനെ മുഴുവൻ ഭസ്മീകരിച്ച് ശുദ്ധമാക്കുന്ന അഗ്നിയായി മാറണം അവിടുത്തെ ഓരോ ആ ലീലകളും. അങ്ങനെയുള്ള അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. ഞങ്ങളെ ശുദ്ധരാക്കണേ. ഇത് സാധിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? സകല പുരുഷാർത്ഥങ്ങളെയും നൽകാൻ അവിടുത്തെ പാദത്തിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് സംസാരബന്ധനത്തിൽ നിന്നും സംസാരബന്ധത്തിൽ നിന്നും മോചിതരാവാൻ ആഗ്രഹിക്കുന്ന മഹർഷിമാര് എപ്പോഴും സദാസേവ്യ എപ്പോഴെന്ത് ചെയ്യണു? അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കും. ആത്മജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാര് സ്വർഗലോകത്തിനും അപ്പുറത്തുള്ള വൈകുണ്ഠം എന്ന കുണ്ഠിതങ്ങളില്ലാത്ത വിഷ്ണുപദത്തിലേക്ക് എത്താൻ, കൃഷ്ണപ്രാപ്തികരം ശശ്വത് എന്നാണ് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടത്. കൃഷ്ണപ്രാപ്തി എങ്ങനെയാ ഉണ്ടാവുക എന്ന്, ആ പാദാരവിന്ദങ്ങളിലേക്ക് എത്തുക. അങ്ങനെ ഈ വാസുദേവാദി ചതുർവ്യൂഹത്തിൽ വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ തലത്തിൽ പ്രാതസന്ധ്യയിലും മധ്യാഹ്ന സന്ധ്യയിലും സായം സന്ധ്യയിലും ത്രിസന്ധ്യകളിലും ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു, പൂജിക്കുന്നു. അപ്പം അതുകൊണ്ട് ഭക്തന്മാരും ആത്മജ്ഞാനികളും മാത്രമല്ല,
പരമപുരുഷാർത്ഥം വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആശ്രയിക്കേണ്ടുന്ന ഏകലക്ഷ്യം, ഏകപാദം, അത് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ മാത്രമാണ്. അങ്ങയുടെ ആ ശ്രീപാദപത്മം ഞങ്ങളുടെ രാഗാദി ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അന്ധകരണത്തെ ശുദ്ധീകരിക്കണേ എന്നും ദേവന്മാര് പ്രാർത്ഥിക്കുന്നു. യശ്ചിന്യത്തെ പ്രേതപാണിഭിരധ്വരാഗ്നൗ ത്രയ്യാ നിരുക്തവിധിനേശ ഹവിർഗൃഹീത്വാ അധ്യാത്മയോഗ ഉത യോഗിഭിരാത്മമായാം ജിജ്ഞാസുഭി പരമഭാഗവതൈ പരീഷ്ട. ഈശ്വര, ഭഗവാനെ വിളിക്കണു. ഈശ, അധ്വരാഗ്നവും നിരുക്ത വിധിന, യാഗാഗ്നിയിൽ നിരുക്തത്തിൽ കാണിച്ച പോലെ, വിധിച്ച പോലെ, ത്രയ്യ ഹവി ഗൃഹീത്വ, വേദമുച്ചരിച്ചും കൊണ്ട് ഹവിസിനെടുത്തിട്ട്, പ്രേതപാണിഭി, കൈകൾ ചേർത്ത് യാഗം ചെയ്യുന്നവരാൽ, യാ ചിന്ത്യത, എന്താണോ ചിന്തിക്കപ്പെടുന്നത്, അധ്യാത്മയോഗേ ആത്മമായാം, അധ്യാത്മയോഗത്തിൽ ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നവരും ആത്മാവിനെ മറയ്ക്കുന്ന മായയെ അറിയാൻ ആഗ്രഹിക്കുന്നവരുമായ യോഗികളാൽ, യാ എന്താണോ ചിന്തിക്കപ്പെടുന്നത്, പരമഭാഗവത, പരമഭക്തന്മാരാൽ എന്താണ് എപ്പോഴും പൂജിക്കപ്പെടുന്നത്, ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്നാണ്. യാഗം ചെയ്ത പുരുഷന്മാര് കൈകൾ കൂപ്പി ആ ആഹവനീയങ്ങളാകുന്ന 3 തരത്തിലുള്ള അഗ്നികൾ അതിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഹവിസ്സെടുത്ത് യാഗഫലപ്രാപ്തിക്കായി ഏത് പാദാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കുന്നത്? ഭഗവാന്റെയാണ്, അല്ലേ? ഏത് ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ഹവിസ്സെടുത്തു ആ ദേവതയെ ധ്യാനിക്കണം എന്നാണ്. ഇപ്പം ഇന്ദ്രാദികളാകുന്നത് ഓരോ ദേവതമാരല്ലേ എന്നാണെങ്കിൽ ഭഗവാൻ ദേവേന്ദ്രനും ദേവനാണ്, സകല ദേവീദേവന്മാരുടെയും ഈശ്വരനാണ്. അപ്പോൾ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണാധ്യാനം, സമാധി എന്നീ അഷ്ടാംഗയോഗം അഭ്യസിച്ച യോഗികൾ സ്വരൂപസുഖത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന മായയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ഏതൊരു പാദാരവിന്ദങ്ങളെയാണ് ആശ്രയിക്കുന്നത്? കർമ്മികൾക്കും ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ആശ്രയമാണ് ഈ പാദകമലം. ഉറപ്പിച്ചു പറയണു ദേവന്മാര്. അങ്ങനെയുള്ള ആ പാദാരവിന്ദം ഞങ്ങളുടെ വിഷയവാസനകളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന വിജ്ഞാനത്തിൻ്റെ അഗ്നിയാക്കി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ 11ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നാളെ അടുത്ത ഭാഗത്തോടുകൂടി നമുക്ക് 12ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.